ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഓരോ ദൈവദാസനാണ് കടന്നു വന്നിരിക്കുന്നത്, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി. ആ ജീവിതാനുഭവങ്ങൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അത് അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് ആ ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ആ പാഠ്യങ്ങൾ അങ്ങയുടെ സന്നിധാനത്തിൽ അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ദയ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ടതായ ഹല്ലേലൂയ കർത്താവ് നടത്തിയ എല്ലാ വഴികളും വിധങ്ങളും സംസാരിപ്പാൻ തക്കൊണ്ട് ആ പ്രിയദാസനെ ദൈവം ബലപ്പെടുത്തിയാട്ട് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ വ്യൂവേഴ്സിനെ എല്ലാം ദൈവം അനുഗ്രഹിച്ചാട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദേവദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായിട്ടാണല്ലോ, അല്ലയോ? അതെ 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 അതെ. ആരൊക്കെയുണ്ട്? വൈഫ്, കുഞ്ഞുങ്ങൾ രണ്ടുപേരും കാനഡയില, മോനെ മോള്, ഞാനും വൈഫും ഉള്ളു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവത്തെ ദേവദാസന് ഷെയർ ചെയ്യാം. ഓക്കെ. മനുഷ്യരിലാശ്രയം ഒരിക്കലും വയ്ക്കുവാൻ ഇടവരുത്തരുതൻ ആശ്രിത വത്സല. വാഴ്ത്തിടും യേശുനാമം, സ്തുതിച്ചിടും യേശുനാമം. സ്വർഗമെനിക്കുമീതെ തുറന്നിടുമ്പോ സ്തോത്രഗീതയാഗം ഞാൻ അർപ്പിക്കും യേശുവിന്. ആ ദിവ്യദർശനം ഞാൻ കണ്ടിടുമ്പോ സ്തോത്രഗീതയാഗം ഞാൻ അർപ്പിക്കും യേശുവിന്. ആ ദിവ്യദർശനം ഞാൻ കണ്ടിടുമ്പോ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട റേച്ചൽ സിസ്റ്റർ, ജോയ്സ് ടി വി മുന്നിലും മുമ്പിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് മാത്യൂസ്, നാട്ടിൽ മത്തായി എന്നും അറിയപ്പെടുന്നു. ഞാൻ കുറച്ചു കാലം ഗൾഫിന്റെ പ്രദേശത്തായിരുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, മോനും മോളും ഇപ്പോൾ കാനഡ പ്രദേശത്താണ്. ഞാൻ ജനിച്ചു വളർന്നത് സ്തോത്രം എന്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴി എന്ന പ്രദേശത്ത് മുണ്ടക്കൽ എന്ന വീട്ടിൽ പൈലിസ് കറിയുടെയും പൈലിസ് ശോശാമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ ഒരു യാക്കോബായ പാരമ്പര്യത്തിലേക്കാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ അതിനു മുമ്പ് ഒരു വാക്യം മുൻകുറിയായിട്ട് വായിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 22-ന്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ. മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയനെ കേൾപ്പിച്ച ജീവനുള്ള വചനം കേൾക്കുന്നവർക്ക് കൃപയായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയനോടും കേൾക്കുന്നവരും കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ ഹല്ലേലൂയ. ദൈവത്തിന്റെ പാരമ്പര്യ കുടുംബത്തിലാണ് എനിക്ക് അങ്ങനെ ഞാൻ ജനിച്ചത്. സ്തോത്രം. എന്റെ അപ്പച്ചനും എന്റെ മൂത്ത ജ്യേഷ്ഠനും, ഞങ്ങൾ 4 ആണും 2 സഹോദരിമാരാണ് ഞങ്ങൾക്ക്. അതില് മൂത്തത് ചേട്ടൻ ആണും അപ്പച്ചനും ഭയങ്കര യാക്കോബായ സ്പിരിറ്റിലുള്ളവരായിരുന്നു. അതിന്റെ കീഴിലാണ് ഞങ്ങളെല്ലാം വളർന്നത്. ഞാൻ പള്ളിയിലെ കപ്പ്യാരായിരുന്നു. അങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. 11 വർഷം യാക്കോബായ സൺഡേ സ്കൂളിലെ അധ്യാപകനും ഹെഡ്മാസ്റ്ററുമായിട്ട് നാട്ടിൽ പ്രവർത്തിച്ച് അതിനുശേഷം ഞാൻ 98-2000 കാലഘട്ടത്തിൽ അബുദാബിയിലേക്ക് കടന്നു വന്നു. അവിടെ അബുദാബിയിൽ ഞാൻ സാധാ ഒരു പെയിന്ററായിട്ടാണ് ഞാൻ ജോലിക്കായിട്ട് കടന്നു വരുന്നത്. സ്വതന്ത്രം. എന്റെ അപ്പച്ചനും ഒരു കൂലിപ്പണിക്കാരനും അമ്മയും അപ്പച്ചനും കൂലിപ്പണിക്കാരാണ്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ. അങ്ങനെ അബുദാബിയിൽ കടന്നു വന്ന് ഞാൻ പെയിന്ററായിട്ട് അബുദാബി സിറ്റിയിലൂടെ ഒരു കവർ റോൾ ഇട്ട് സ്തോത്രം ഒരു വടി കൈ പിടിക്കുക, അതായത് പെയിന്റ് അടിക്കുന്ന റോളർ ബ്രഷ് പിടിച്ച് ഈ ബിൽഡിങ്ങിന്റെ ഫ്ലാറ്റുകളിൽ
ടച്ചപ്പ് പണി, മെയിൻ്റനൻസിൽ പെയിന്റിങ് ടച്ചപ്പ് ചെയ്യാനുള്ള ജോലിക്കൊക്കെ ആയിട്ട് ഞാൻ രാവിലെ തൊട്ട് സിറ്റിയിലൂടെ ഓരോ ഫ്ലാറ്റുകളിലും കയറി ഇറങ്ങുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക് ദൈവം തന്നത്. അപ്പോഴും ഞാൻ അബുദാബി യാക്കോബ് പള്ളിയിലെ കപ്പ്യാര് സന്ദർശക ദേവനായിട്ട് അവിടെ ഞാൻ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് വാസ്തവത്തില് നിസ്സാരമായ ശമ്പളമാണ് ഉള്ളൂ. ആ ശമ്പളത്തിൽ നിന്നുകൊണ്ട് തന്നെ 22 പേര് കിടന്നുറങ്ങുന്ന ഒരു ലേബർ ക്യാമ്പിലാണ് ഉറങ്ങുന്നത്. 11 കട്ടിൽ താഴെയും 11 കട്ടിൽ മുകളിലുമായിട്ടാണ് ഞങ്ങളുടെ ക്യാമ്പ്. അതിൽ ഒരു AC, 2 AC ഉണ്ടെങ്കിൽ ഒരു AC വർക്ക് ചെയ്യുള്ളൂ. എല്ലാവരും ഈ ബാത്റൂമിന്റെ എക്സോസ്റ്റർ ഫിറ്റ് ചെയ്ത് കട്ടിലൊക്കെ ഫിറ്റ് ചെയ്തൊക്കെയാണ് അന്നത്തെ കാലത്ത് ചൂട് സമാധാനത്തിന് തണുപ്പിലേക്ക് AC കുറവായതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. എന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാനൊരു ഭയങ്കരമായ പൈൽസിന്റെ അസുഖമുള്ളവരും ആസ്മ രോഗിയുമായിരുന്നു. അത് എനിക്ക് ജോലിക്ക് കടന്നപ്പോ ഈ പെയിന്റിന്റെ മണം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ശക്തമായ ശ്വാസതടലും പൈൽസും ഇതിനായിട്ട് ഞാൻ വളരെയേറെ ഭാരപ്പെട്ടു. എന്നാൽ എന്റെ വീട്ടിലേക്ക് എനിക്ക് മടങ്ങി പോകാനൊന്നും കഴിയില്ല. അത്രയൊന്നും എനിക്ക് നാട്ടിൽ വെച്ചുണ്ടായില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അനങ്ങാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ ഏറ്റവും സിൻസിയറായിട്ട് കപ്പ്യാരും നല്ല സൗണ്ടിൽ ബൈബിൾ വായിക്കുന്നതെല്ലാം ഞാനാണ്. അതുകൊണ്ട് അച്ഛൻ എന്റെ ഈ ശ്വാസനടൽ കാണുമ്പോൾ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും മാത്യൂസേ എന്ന് പറയാൻ എന്റെ തലയില് കുർബാന ചെല്ലുന്ന ഒരു വലിയ പുസ്തകമുണ്ട്. അത് ഈ കർട്ടൻ, അതായത് മറശ്ശീല വലിച്ചു മാറ്റുന്നതിന് മുമ്പേ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്റെ അസുഖം മാറാൻ വേണ്ടി. അസുഖം ഒന്നും മാറിയില്ല, അച്ഛന്റെ ആത്മാർത്ഥത കൊണ്ട് ചെയ്തെങ്കിലും ഒന്നും മാറിയില്ല. പക്ഷെ ഞാന് ഒരു ദിവസം ഇങ്ങനെ ഒരു സമയത്ത് ആരാധന കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു അങ്കിള് പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അവിടെ മറ്റൊന്ന് പോകാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് ശക്തമായ എതിർപ്പുള്ള, ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നപ്പോ 12 പോയിന്റ് പെന്തക്കോസ്തുകാരെ വീട്ടിൽ കയറ്റരുന്നുള്ളതിനുള്ള 12 പോയിന്റ് എഴുതി കൊടുത്ത് 2 സ്കൂളിൽ, പള്ളിയിൽ കഴിയുമ്പോൾ അവിടെ ഒരു സ്കൂളുണ്ട്, സൺഡേ സ്കൂളുണ്ട്, പിന്നെ പള്ളിയുടെ കീഴിൽ ഞങ്ങളുടെ നാട്ടിലൊരു സൺഡേ സ്കൂളുണ്ട്. ഈ 2 സൺഡേ സ്കൂളിലും ഫൈനൽ ക്ലാസ് 10ാം ക്ലാസ് എടുക്കുന്ന ഞാനായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും പെന്തക്കോസ്തുകാരായിട്ട് ഒരു ബന്ധം നമുക്ക് പാടില്ല എന്ന് എഴുതി കൊടുത്ത് ഞാൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി അബുദാബിയിലെല്ലാം അന്നത്തെ കാലത്ത് വെള്ളിയാഴ്ചയാണ് അവധി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ മീറ്റിംഗ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ പാസ്റ്റർ പേര് ഈപ്പൻ പാസ്റ്ററാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ഹാവ് എനി സീക്രട്ട് പ്രയർ, പ്ലീസ് വെയിറ്റ് ആൻഡ് സീ മീ. അങ്ങനെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും പോയി. ഞാൻ ഒരുത്തൻ മാത്രം ഒരു മെല്ലിച്ച അവസ്ഥയിൽ 1998 സംഭവമാണ്. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ മോന്റെ പേര്? എന്റെ ഒരു മാത്യൂസ്. പക്ഷേ ഞാൻ കരയാൻ തുടങ്ങി. അപ്പൊ പാസ്റ്ററിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, എന്തിനാ നീ കരയണം, എന്തിനാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല, എന്റെ അപ്പച്ചനും അമ്മയും കൂലിവേലക്കാരാണ്, എനിക്കിങ്ങനെ പൈൽസിന്റെ അസുഖമായിട്ട് എനിക്ക് ഒരു രക്ഷയില്ല, പിന്നെ ആസ്മയുടെ വിഷമമുണ്ട്, അങ്ങനെ. അപ്പൊ പാസ്റ്ററിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചു. എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഒരു അച്ഛനോ അല്ലെങ്കിൽ ഒരു ദൈവദാസന്മാർ എന്നെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചത് ആദ്യമായിട്ടായിരുന്നു. എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, നീ എന്തിനാ കരയുന്നേ മാത്യൂസേ എന്ന് പറഞ്ഞിട്ട് അലക്സ് എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അബുദാബിയിൽ ഒരു അറിയപ്പെടുന്ന പാസ്റ്ററാണ്. അദ്ദേഹവും ഞാനും ഒക്കെ ആ ചർച്ചിലായിരുന്നു അന്ന്. അലക്സ് ബ്രദർ ഇങ്ങോട്ട് വരികയും നമ്മുടെ ഈ മാത്യൂസിന് വേണ്ടി നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. മാത്യൂസ് ഒന്നും പേടിക്കണ്ട, ഒരു 3 ദിവസം നീ ഫാസ്റ്റിംഗ് എടുക്കണം. ഫാസ്റ്റിംഗ് എടുത്തിട്ട് 7 to 8 ജോലി കഴിഞ്ഞ് വന്നിട്ട് നിന്റെ ബെഡിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കണം. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ നിന്റെ അടിപ്പിണറുകളെ എനിക്ക് സൗഖ്യം, അവൻ വചനം അയച്ച് അവര് സൗഖ്യമാക്കി. ഇങ്ങനെയുള്ള വചനങ്ങൾ നീ ദൈവസേനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെ വളരെ താല്പര്യത്തോടെ വീട്ടിൽ ജോലിക്ക് കടന്നു പോകുന്നതിന് മുമ്പേ എന്റെ ബാത്റൂമിൽ ചെല്ലുമ്പോൾ എനിക്ക് എപ്പോഴും നമ്മൾ ആടിനെ കറക്കുമ്പോൾ പാല് ചീറ്റുന്ന പോലെയാണ് ബ്ലഡ് പോകും. അതുപോലെയുള്ള ഒരവസ്ഥയാണ്. അന്ന് രാവിലെ ബ്ലഡിന് ഒരു കുറവുണ്ടായില്ല. വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്നെ പാസ്റ്റർ വിളിച്ചു. 7 to 8 ആണ് എന്റെ ബെഡ്റൂം. ഞാൻ പറഞ്ഞല്ലോ, 22 പേര് കിടന്നുറങ്ങുന്ന മുറിയില് 11 കട്ടിലിൽ ഒരു കട്ടിലിന് മുകളിലാണ് ഞാൻ ഉറങ്ങുന്നത്. അതിന്റെ താഴെ തമിഴന്മാരുടെ TV ഓടുന്നു, പഞ്ചാബിയുടെ TV ഓടുന്നു, മലയാളിയുടെ TV ഓടുന്നു. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി 2 ചെവിയിൽ ഞാൻ അടച്ചു പിടിച്ചുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ദൈവത്തോടെ എനിക്ക് പ്രാർത്ഥിക്കണം, പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്ത് കഴിയുമ്പോൾ എന്നെ പാസ്റ്റർ വിളിക്കും. പാസ്റ്റർ മാത്യൂസേ നീ പ്രാർത്ഥിച്ചോ? ഞാൻ പ്രാർത്ഥിച്ചു. നീ ധൈര്യമായിട്ടിരുന്നു, നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. 2ാം ദിവസം രാവിലെ ബ്ലഡ് പോണേന് ഒരു കുറവുണ്ടായില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ പ്രാർത്ഥിച്ചു. 7 to 8 ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേ. 8 മണിയാകുമ്പോൾ പാസ്റ്ററിനെ വിളിച്ചു. 2ാം ദിവസം വിളിച്ചു. അങ്ങനെ 3ാം ദിവസം രാവിലെ ബ്ലഡിനൊരു മാറ്റം ഉണ്ടായില്ല. രാത്രി പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നെ പാസ്റ്റർ വിളിച്ചു, മാത്യൂസേ നീ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. നീ നോക്കിയോ, നാളെ ദൈവം നമ്മുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ. ഞാൻ അതങ്ങ് വിശ്വസിച്ചു. സ്തോത്രം. അന്ന്
ആ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്നവരെ പിന്നെ ഒരു ഡ്രോപ്പ് ബ്ലഡ് പോയി. അതാണ് എന്റെ ജീവിതത്തിൽ എന്നെ മലക്കം മറിച്ചെന്ന് പറയാം. ഹാലേലൂയ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹാലേലൂയ. പിന്നെ എനിക്ക് അങ്ങനെ രക്തത്തിന്റെ ഒരു സംഭവം എനിക്കുണ്ടായില്ല. ഗ്രാജുവലി എന്റെ ആസ്മാരോഗം മാറി. എന്നാൽ ഞാൻ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ ആരും കാണാതെ എന്റെ കവറോൾ ഊരി ഈ ബ്ലഡ് ഞാൻ ഇരുന്ന് പെയിന്റ് അടിച്ചിട്ട് കവറോള് ആരും കാണാതെ ഞാൻ കഴുകി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം എന്നെ സൗഖ്യമാക്കി. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര അത്ഭുതമായി. ഞാൻ 4 പേജ് അബുദാബി പള്ളിയിലെ അച്ഛൻ എഴുതി കൊടുത്തു. ഇനി ഒരിക്കലും ഞാൻ ഈ പടി കയറില്ല എന്ന് എഴുതി കൊടുത്തു. അന്ന് അച്ഛൻ എന്താ പറയാ, കുർബാനയിൽ ഇത് മൊത്തം പൊട്ടിക്കരഞ്ഞോണ്ട്. ഞാൻ അച്ഛൻ അത്ര സ്നേഹിതനായാലും ഞാനൊരു പാവപ്പെട്ട അവസ്ഥയിലാണെന്നൊക്കെ അച്ഛൻ അറിയാമായിരുന്നു. അപ്പൊ ഞാൻ പള്ളി വിട്ടു എന്ന് കേട്ടപ്പോ അച്ഛന് സഹിച്ചില്ല. അച്ഛൻ അന്ന് പൊട്ടിക്കരഞ്ഞോണ്ടാണ് കുർബാനയിൽ എന്ന് എല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷെ എന്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് എനിക്ക് അതിനൊന്നും അച്ഛനോട് ഒരു നന്ദികേട് കാണിച്ചില്ല. ഇന്ന് ഞാൻ അബുദാബി പള്ളിയിലെ എല്ലാ കുടുംബങ്ങളിലും കയറി സുവിശേഷം പറയാൻ എനിക്ക് പോകാൻ പ്രാഗൽഭ്യത്തോടെ പോകാൻ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഞാനൊരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാർത്ഥന യോഗത്തിന് അബുദാബി സിറ്റിയിൽ ആയിരുന്നപ്പോ ഒരു പ്രാർത്ഥന ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ജനലിലൂടെ താഴോട്ട് ചുമ്മാ നോക്കിയപ്പോ എന്റെ സഭയിലെ, അതായത് ഞാൻ യാക്കോബ് പള്ളിയിലെ യൂത്ത് അസോസിയേഷൻ, പിന്നെ ഒരു മാത്യു സംഘം എന്ന് പറഞ്ഞ അടൂരുള്ള ഒരു വലിയ കമ്പനി നടത്തുന്ന ആള്, അദ്ദേഹം എല്ലാവരും കൂടെ താഴെ കാറിൽ നിൽക്കുകയാണ് എന്നെ കാണാനായിട്ട്. അപ്പൊ എല്ലാരും കൂടെ എന്നെ പ്രാർത്ഥിച്ച് താഴെ കൊണ്ടുപോവാണ്. സ്തോത്രം. അപ്പൊ എല്ലാരും പറഞ്ഞു, മാത്യസ് നിന്നെ പിടിച്ചോണ്ട് പോകാനായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനെ എന്നെ അവരോട് പറഞ്ഞു, മാത്യസ് എനിക്കൊന്നും അവരോട് പറയാനില്ല, കാരണം അവരുടെ കൂടെ പോയേ പറ്റൂ, കാരണം ഞാൻ അവരുടെ അത്ര നാൾ ജീവിച്ചതുകൊണ്ട് പേടിക്കാറുണ്ടല്ലോ. അങ്ങനെ അവരെന്നെ അവിടെ യൂറോപ്യൻ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ അബുദാബി സിറ്റിയിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് അങ്കിൾ താമസിക്കുന്നത്. ആ ഫ്ലാറ്റിൽ എന്നെ കൊണ്ടുപോയി എല്ലാവരും കൂടി 2 കാറ് ചെറുപ്പക്കാരെല്ലാരും ജീവിത പള്ളിയിലെ ആൾക്കാരെല്ലാരും കൂടി മുകളിൽ ചെന്ന്, മാത്യസ് നീ എന്ത് മണ്ടത്തരയി കാണിച്ച്, ഇത് നമുക്ക് യോജിച്ച കാര്യമല്ല ഇത്, അങ്ങനെ അവർ കുറെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ ബൈബിൾ ഉണ്ട്. ഞാൻ ആ ബൈബിൾ എന്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പൊട്ടിക്കറിഞ്ഞെന്ന് പറഞ്ഞു, എനിക്ക് എന്നെ ആരും പിടിച്ചല്ല ഇങ്ങനെ ഞാനൊരു വിശ്വാസത്തിലേക്ക് വന്നു. എന്റെ ദൈവം എന്നോട് സംസാരിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തുകൊണ്ട് മാത്രം ദൈവം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു, തീർച്ചയായിട്ടും നിന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുന്നു പറഞ്ഞു. അവരെന്റെ ക്യാമ്പില് അബുദാബി സിറ്റിയിലല്ല ഞാൻ താമസിക്കുന്ന മുസഫ എന്ന് പറഞ്ഞ 10-40 കിലോമീറ്റർ ദൂരത്ത് രാത്രി 11 മണി രാത്രി അവരെന്നെ കൊണ്ടുപോയി വിട്ടു. എന്നാൽ ഇന്നും ഹല്ലേലൂയ ദൈവത്തിന് ആ ഭവനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് അടുത്തതിന് ശേഷം ഒരു ബൈബിളിലെ ഓരോ കാര്യങ്ങള് എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വിശ്വാസത്തിന്റെ ഒരു ലെവലിലേക്ക് നീങ്ങുമ്പോൾ എനിക്ക് ഭയങ്കരമായ സുവിശേഷം പറയാനുള്ള ഭയങ്കര താല്പര്യമായിരുന്നു. ഓരോ ദിവസവും സുവിശേഷം പറയണമെന്നുള്ള ആഗ്രഹം എന്നെ നയിച്ചു. ഒരു ദിവസം എന്താ പറയാ, പള്ളിയിലെ നമ്മള് യാക്കോബ് പള്ളിയിൽ ഒരു പാട്ടുണ്ട്, എങ്ങനെയാ പാടുന്നത്, പെസഹായാൽ പെസഹാടിനെ നീക്കിയ മശിക മോദി പേച്ചരുളുക കൃപ നിൻ പെസഹായാൽ. ഇതൊക്കെ പറയുമ്പോ ഞാൻ യാക്കോബുകാരുടെ വീട്ടിൽ ഞാൻ ചോദിച്ചു, പെസഹായാൽ പെസഹാടിനെ നീക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? പെസഹായ്ക്ക് അറക്കപ്പെട്ടിരുന്ന ആടിനെ നിർത്തൽ ചെയ്ത്, നേർച്ച എല്ലാം നിർത്തൽ ചെയ്തു എന്നാണ് പാട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ യാക്കോബുകാർക്ക് അറിയില്ല. ഞാൻ കപ്പേരായിരുന്നപ്പോ, പള്ളിയിലായിരുന്നപ്പോ കല്യാണത്തിന് ഒത്തിരി കൂടുമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, സുന്ദരികളിൽ അതി സുന്ദരി മേ ജാതികളിൻ സോനു. എന്താണ് ഈ സുന്ദരി എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, അത് പുസ്തകത്തിൽ എഴുതണം, അങ്ങനെയല്ലേടാ. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. സത്യം പറഞ്ഞാല് ദൈവത്തിന്റെ മണവാട്ടി സഭയാണ് സുന്ദരികളിൽ അതിസുന്ദരി എന്ന് അവർ എഴുതി വെച്ചിരുന്നത്. പക്ഷെ അത് അവിടെ വെച്ച് എനിക്ക് ഒരിക്കലും പിടികിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. അങ്ങനെ ഞാൻ പല വീടുകളും പല ഫ്ലാറ്റുകളിലും കയറി ഇറങ്ങി. അവസാനം ഞാന് ഒരു ഡിസംബർ 18 രക്ഷിക്കപ്പെട്ടു. ഫെബ്രുവരി 4-ാം തീയതി 1999 ഡിസംബർ 8 ഞാൻ രക്ഷിക്കപ്പെട്ടു. ഡിസംബർ 4-ാം തീയതി അബുദാബി ബീച്ചിലാണ് ഞാൻ സ്ഥാനപ്പെട്ടു. അപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞാണ്. ഞാൻ ലീവിന് വന്നതിന് ശേഷം പിന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വൈഫിനോട് വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ സ്ഥാനപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ അവിടെ വീട്ടിലാകെ വിഷയമായി. അപ്പച്ചൻ 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോയി. കാരണം അപ്പച്ചന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കപ്പേരായിരുന്നു. പക്ഷെ ഞാൻ നാട്ടുകാരൊക്കെ ആരോ എങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്ഥാനപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്പച്ചന് ഭയങ്കര വിഷമമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു.
വൈഫ് എന്റെ മൂത്ത ചേട്ടൻ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഭയങ്കര സ്പിരിച്വൽ ആളായിരുന്നു. ചേട്ടൻ കുഞ്ഞിനെ വേഗം മാമോസ് വയ്ക്കും, അവൻ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ അവർ കൊണ്ടുപോയി മാമോസ് നോക്കി. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു, ഈ മാമോസയല്ല, മാമോസ് ഉടനെ നടക്കും, ഇപ്പോഴല്ല എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് എന്റെ കമ്പനിയിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്ത് അന്നത്തെ കാലത്ത് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു കപ്പലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു, ഞാൻ പോവുകയാണ്. അപ്പം എന്റെ പാസ്റ്റർ പറഞ്ഞു, മാത്യൂസേ, ശിഷ്യന്മാർക്ക് മാത്രമാണ് നടുക്കടലിൽ ഉപവസിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. നീ 7 ദിവസത്തെ യാത്രയാണ് അന്ന് ആ കപ്പൽ പോയത്. ആ കപ്പലിൽ ഞാൻ യാത്ര ചെയ്യപ്പോ എന്നോട് പാസ്റ്റർ പറഞ്ഞു, നീ ഒരു ദിവസം കപ്പലിൽ ഉപവസിച്ചല്ല, നീ ചെന്നിറങ്ങുന്ന ഭയങ്കരമായ യുദ്ധക്കളത്തിലേക്കാണ്. അതുകൊണ്ട് ശക്തമായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കും, നീ ഉപവസിച്ച്. അങ്ങനെ തന്നെ ഞാൻ കപ്പലിലിരുന്ന് ഉപവസിച്ചാണ് വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നത്. വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്റെ മൂത്ത ചേട്ടനാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നത്. എന്നെ വീട്ടിൽ വരെ എന്നോട് പറഞ്ഞു, നീ നമ്മുടെ വീടിന്റെ പേര് കളഞ്ഞു, നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്ത്, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞു. പക്ഷെ എന്റെ ഭാഷ എന്നോട് പറഞ്ഞു, നീ ഒരക്ഷരം തിരിച്ച് സംസാരിക്കരുത്, അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഒന്നും പറയണ്ട, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ എന്റെ കൊച്ചപ്പന്മാരും എന്റെ അപ്പച്ചനും അപ്പച്ചന്മാരും എല്ലാവരും എന്റെ വീടിന്റെ മുറ്റത്ത് നിറഞ്ഞ് എന്നെ കാണാൻ നിൽക്കുകയാണ്. അപ്പൊ എല്ലാരും, ഞങ്ങളുടെ നാട്ടിലെ അപ്പച്ചനും കൊച്ചന്മാരൊക്കെ ഇച്ചിരി പ്രാർത്ഥനയും ഉപവാസവും നോമ്പും ഒക്കെ നോക്കുന്നവരായതുകൊണ്ട് നാട്ടിൽ തന്നെ ഒരു വിശുദ്ധന്മാരുടെ മുക്കെന്ന് വരെ പേര് പറയും. അപ്പൊ അവര് വന്നപ്പോ തന്നെ എന്നെ അങ്ങോട്ട് ചോദിച്ചു, നീ നിനക്ക് അമേരിക്കയിൽ നിന്ന് കാശ് വന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ ഞാൻ ഒരക്ഷരം വേണ്ടിയില്ല. അന്നേരം എന്റെ അപ്പച്ചൻ പറഞ്ഞു, നീ ഒരു 15 ദിവസം ഇവിടെ താമസിക്കാം, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണമെന്ന് പറഞ്ഞു. എന്നോട് സ്നേഹമുള്ള അപ്പച്ചനാ, പക്ഷെ അപ്പച്ചൻ അങ്ങനെ പറയേണ്ടതായിട്ടൊന്നും എനിക്ക് മനസ്സിലായി. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ഞാൻ ആ നാട്ടിലെ എല്ലാ മക്കളുടെ വീടുകളിലും സൺഡേ സ്കൂളിൽ അധ്യാപകനും ഹെഡ് മാസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരും എന്റെ കുട്ടികളാണ്. എല്ലാവരും വീട്ടിൽ ബൈബിളായിട്ട് ചെന്ന് എന്റെ ദൈവം എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോ എല്ലാ വീട്ടിലും ആർക്കും എന്നോട് എതിര് പറഞ്ഞില്ല. എന്നാൽ അപ്പച്ചനോട് പറഞ്ഞു, ഇനി മേലാൽ ഈ പ്രദേശത്ത് നീ സുവിശേഷം പറയരുത്, ഇവിടെ ഒന്നും കയറി പോരുന്നു പറഞ്ഞു. പക്ഷെ അപ്പച്ചൻ അത് പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പച്ചൻ അങ്ങനെ പ്രദേശം വലിക്കെങ്കിലും ഞാൻ ശക്തമായിട്ട് നിന്നു. കാരണം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശിക്കുക തന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിക പുരോഹിത വർഷം എന്ന ആ വചനം എന്നെ എപ്പോഴും നടത്തുമായിരുന്നു. അതുപോലെ യാക്കോബിന്റെ ഒരു പാട്ടുണ്ട്, നിർമ്മലമാം ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആൽഭജനെ പ്രേഷിപ്പിച്ചവനാം നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടു നമ്മെ തൻ പിതൃസുതരാക്കി പാവനറൂഹായോടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ എന്ന് പറഞ്ഞാൽ നിർമ്മലമാം ഉദരെ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലനാം ആത്മജനെ പ്രേഷിപ്പിച്ചവനാണ് ദൈവം തന്റെ പുത്രനെ നിർമ്മലമായ കന്യാമറിയാമിന്റെ ഉദരത്തില് അയച്ച് നമുക്ക് വേണ്ടി നമ്മെ താൻ പിതൃസുതരാക്കി പാവന റൂഹായോട് ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റാൻ. അതിൽ ആ പാട്ടിലെ എല്ലാ സുവിശേഷം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് പാടിയിട്ട് ഓരോ വീട്ടുകളിൽ ചെന്ന് നോക്കി, ഇതിന്റെ അർത്ഥം അറിയാവോ? അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഭവനങ്ങളിലോടും കർത്താവിന്റെ വചനത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ വരുമ്പോൾ എന്റെ ഭാര്യ എന്നെ പേടിച്ചിട്ട് അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. കാരണം കുഞ്ഞിനെ എന്നോട് ചോദിക്കാണ്ട് മാമസ് നോക്കി. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ നേരെ എന്റെ വണ്ടി എടുത്തുകൊണ്ട് അവിടെ പോയി ബൈക്കിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്ന് സമാധാനമായിട്ട് പറഞ്ഞു. പക്ഷെ എന്നാ അവള് ഇവിടെ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ പാട്ടുകാരിയാണ് ആ ഹോസ്പിറ്റലിലെ. അപ്പം പാട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ രാത്രി ആകുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രമാണെന്ന് പറഞ്ഞ സംഭവം ഉണ്ട് റേഡിയോയിൽ. അന്നത്തെ കാലത്ത് റേഡിയോ ആണല്ലോ. ഞാൻ അവളെ പാട്ട് വെക്കുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് പറയും, നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദം എന്ന് ബൈബിളിൽ ഈ സദൃശ്യവാക്യം എഴുതി നീ വായിച്ചിട്ടില്ലേ? എല്ലാ പള്ളിയിലും ഞായറാഴ്ച ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് ചൊല്ലിയിട്ടാണ് ബൈബിൾ വായിക്കുന്നത്. തന്നെയല്ല, നമ്മുടെ ഭവനങ്ങളിൽ ഒന്നും സുവിശേഷമല്ലാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്തുതിയും സ്തോത്രമല്ലാതെ മുഴങ്ങാൻ പാടില്ലെന്ന് അതിന്റെ അർത്ഥം. ഞാൻ ഓഫ് ചെയ്യും, അവൾ ഓൺ ചെയ്യും. ഞാൻ ഓൺ ചെയ്യും, അവൾ ഓഫ് ചെയ്യും, ഞാൻ ഓൺ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഭയങ്കര വിഷയമായി. ലാസ്റ്റ് ഞാൻ ബാറ്ററി എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സമാനമായിട്ട് ഉറങ്ങിയത്. കാരണം അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും എന്തെല്ലാം പറഞ്ഞ വചനത്തിന് ഒരടി പിന്നിലേക്ക് ഞാൻ മാറിയില്ല. ഞാൻ ചർച്ചിൽ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വൈഫ് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ അവള് നിനക്ക് ഏത് പള്ളിയിൽ കൊണ്ട് ഓർത്തഡോക്സ്, ഞാൻ ഓർത്തഡോക്സിൽ കൊണ്ടുപോയി വിടും. ഞാൻ എന്നിട്ട് പെന്തക്കോസ്ത് പഠിച്ചു. കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം അവള് പറഞ്ഞ് എല്ലാവരും നോക്കിയപ്പോ അവക്കൊരു വിഷമം, ഞാൻ നിങ്ങളോട് പോയി.
അങ്ങനെ എൻ്റെ കൂടെ പോകും. എൻ്റെ കൂടെ പോകുന്ന കുറെ ദിവസം നമ്മൾ ഈ ഉണക്കവിറകിന്റെ ചേരിൽ അമ്മച്ചിമാര് പച്ചവിറക് വെച്ചു കൊടുക്കുന്നു പറഞ്ഞ പോലെ അതിൽ കുറെ കഴിഞ്ഞ് അതിങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞങ്ങള് ആരാധന കഴിഞ്ഞപ്പോ പാസ്റ്ററിനോട് പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് മാത്യസ് ചേട്ടാ. എന്താ പറ്റിയ? ആലീസ് സഹോദരി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചർച്ചിൽ വെച്ച് അവളോട് തീരുമാനം എടുത്തു. എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആ ഒരു സംഭവമായിരുന്നു. ഞാൻ അവിടെ കെട്ടിപ്പിടിച്ചു. ദൈവം നിന്നെ അങ്ങനെ വലിയൊരു സത്യത്തിലേക്ക് വഴി നടത്തി. അങ്ങനെ ആലീസ് സ്നാനപ്പെടുവാനിടയായി. ആ സ്നാനത്തോടുകൂടി അവൾ സ്ട്രോങ് ആയി. അതിനുശേഷം ഞാൻ അബുദാബിയിലേക്ക് മടങ്ങി വരിക. ഞാൻ അന്ന് കൂടി സ്നാനപ്പെട്ട സഭയിൽ ഒരു പോൾ ബ്രദർ ഉണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇവിടെ സ്റ്റേഷനറി അബുദാബിയിലെ സ്റ്റേഷനറി ഷോപ്പിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അബുദാബിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ പോകാൻ നേരത്തെ ഒരു പാസ്റ്റർ, ഷാർജയിലുള്ള ഒരു പാസ്റ്റർ പറഞ്ഞു, നിന്നെ തോൽപ്പിച്ചവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടു. നീ മധ്യസ്ഥ നീ തിരിച്ചിവിടെ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അബുദാബി സിറ്റിയിൽ തിരിച്ചു വന്നപ്പോൾ ഞാനൊരു സ്റ്റേഷനിൽ സെയിൽസ്മാൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. സ്തോത്രം. ഞാൻ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്നെങ്കിലും ഹല്ലേലൂയ, സുവിശേഷ വേലയ്ക്ക് ഞാൻ അല്പം പോലും പിന്നിലേക്ക് മാറിയില്ല. ഞാൻ ലേബർ ക്യാമ്പുകളിലെല്ലാം പോകുമായിരുന്നു, പരമാവധി സുവിശേഷം പറയുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു സുപ്രഭാതത്തില് ഒരു സുപ്രഭാതത്തിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫിനുള്ള റെസിഡൻസ് വിസ പ്രകാരം വൈഫിന് ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ അവരെ വീട്ടിലാക്കിയിട്ട് വൈഫ് വന്നു. അവൾ വന്നു കഴിഞ്ഞപ്പോ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലില് ജോലി കയറിയത് അറ്റൻഡർ ബാറിൽ ജോലിയുള്ള, ട്രോളി തള്ളാൻ മാത്രമേ. അവളെ ഇവിടെയാണെങ്കിൽ വാർഡ് നേഴ്സ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ ട്രോളി തള്ളാൻ മാത്രം കിട്ടും. ഒരു കുഞ്ഞിന്റെ ഇത് നോക്കാൻ പോലും ഒന്നും സമ്മതിക്കില്ല. അപ്പൊ വീട്ടിൽ വന്ന് ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് അവള് വീട്ടിലിരുന്ന് കരച്ചില്ല. നമ്മൾ ഈ ധൈര്യം എടുക്കുക, ദൈവത്തിന്റെ സമയമുണ്ട്, ആ സമയം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ കുറെ 6-8 മാസമായിട്ട് അങ്ങനെ ജോലി ചെയ്തതിന് ശേഷം 390 പേർക്ക് അന്നത്തെ കാലത്ത് ഒരു ടെസ്റ്റ് ഇട്ടു ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലായിരുന്നു. അതിൽ രണ്ട് പേര് പാസ്സായാലും ഒന്ന് എന്റെ വൈഫ്. സ്തോത്രം. അത്രയും നാള് ഹല്ലേലൂയ കഷ്ടപ്പാടിന്റെ എല്ലാം ഞങ്ങൾ അന്ന് അത്രയും നാൾ കിടന്നത് ഒരു ഷെയറിംഗ് റൂമിലാണെങ്കിൽ ആ ഫ്ലാറ്റ് അതിനുശേഷം ഒരു 1 ബെഡ്റൂം ദൈവം തരാനിടയായി. 1 ബെഡ്റൂം കിട്ടി. പിന്നെ കുഞ്ഞുങ്ങളെ ഉടനെ 1 വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഉടനെ കൊണ്ടുവന്നു. പിന്നെ ദൈവം തന്നത് 2 ബെഡ്റൂമാണ്. ആദ്യം ഞാൻ അബുദാബി പട്ടണത്തിലൂടെ പെയിന്റ് അടിച്ച് കിടന്നപ്പോൾ ഹല്ലേലൂയ ടച്ച് ചെയ്യാനുള്ള യോഗ്യത ആ ഫ്ലാറ്റുകളിൽ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കിടന്നുറങ്ങാൻ ദൈവം അനുവദിച്ചു. 1 ബെഡ്റൂം മാറി 2 ബെഡ്റൂം തന്നു. ദൈവത്തിന്റെ വലിയ കൃപയാണ്. എനിക്ക് ഒരു കഴിവുമില്ല, എന്നാൽ ദൈവം അത്ഭുതകരമായി നടത്തി. കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. വൈഫും ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ദൈവസേനയിൽ നിൽക്കാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഞാൻ എന്റെ സമുദായക്കാരുടെ ഇടയിൽ, അതായത് യാക്കോബുകാരുടെ ഇടയിൽ, അതായത് റോമാലേഖനം 10 അധ്യായം ഇങ്ങനെ പറയും, അവർ രക്ഷിക്കപ്പെടുന്ന എന്ന് തന്നെ എന്റെ ഹൃദയവാക്കി ദൈവത്തോട് എനിക്കുള്ള പൗലോസ് ഒരു വാക്യം റോമാലേഖനം 10 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സോ ഞാൻ ഒരു വാക്ക് അത് വായിച്ചോട്ടെ. അത് അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ, സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതിയിൽ സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകും. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് ഹല്ലേലൂയ, അവർ രക്ഷിക്കപ്പെടണമെന്ന് പൗലോസ് പറയുമ്പോൾ പൗലോസ് യഹൂദനും പൗലോസ് പറയുന്ന യഹൂദന്മാരോട് ഹല്ലേലൂയ. അപ്പൊ ഞാനൊരു യാക്കോബക്കാരനാണെങ്കിൽ ഹല്ലേലൂയ, ഈ യാക്കോബക്കാരൻ തന്നെ രക്ഷിക്കപ്പെടണമെന്ന് എന്തുകൊണ്ട് പൗലോസ് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ച, നമുക്കെല്ലാം എനിക്ക് ഉണ്ടായ ഒരു ഹൃദയവാഞ്ച തന്നെയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ അബുദാബിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തപ്പോൾ സുവിശേഷ വേല തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഞാൻ ബുർജിൽ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ MRI സ്കാൻ ചെയ്യാനായിട്ട് അന്നൊരു ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഞാൻ കയറി. ഞാൻ തീരുമാനിച്ചു ഒരാളെയും വെറുതെ വിടില്ല എന്ന് തീരുമാനിച്ചു. ആദ്യം എന്നെ ടെസ്റ്റ് ചെയ്ത് അക്യുപഞ്ചറൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ്. ഞാൻ അവിടെ കയറി ഡോക്ടർ എന്നെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഈ ഡോക്ടറോട് എനിക്ക് സുവിശേഷം പറയണം എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഫ്രം പാലക്കാട്, മലയാളിയായിരുന്നു. സ്വതന്ത്രം. ഞാൻ ഉടനെ അദ്ദേഹം എന്റെ കയ്യിലേക്ക് കുറെ ഈ വയറൊക്കെ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുക. എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. സ്വതന്ത്രം. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു സുവിശേഷനാണ്, സാറിന് ഒരു വാക്ക് സുവിശേഷം പറയാനാണ് എനിക്ക് ആഗ്രഹം. തീർച്ചയായിട്ടും പറയാൻ പറയും. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാൽ ഞാൻ ശക്തമായിട്ട് അദ്ദേഹത്തോളം ജീവനുള്ള ദൈവേശു മാത്രം, വേറെ ഒരു ദൈവത്തിൽ നാം ആശ്രയിക്കരുത്. ആ യേശുവിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ സാറിന്റെ കുടുംബം രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും.
താങ്ക് യു എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. പിന്നെ അടുത്തത് എന്റെ ബ്ലഡ് പരിശോധനയ്ക്ക് ഞാൻ ചെന്നത് ഈജിപ്തുകാരി ഒരു നേഴ്സായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് ചോദിക്കുന്നത് പെട്ടെന്ന് ഈജിപ്തുകാരാണ്, മുസ്ലിമാണ് അവരുടെ സുവിശേഷം പറയണ ഇച്ചിരി സൂക്ഷിക്കണം. ഞാൻ ആദ്യം അവരോട് സംസാരിച്ചു, നിങ്ങളുടെ നാട്ടിൽ പിരമിഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് വെച്ചു. പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ച്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു, ഇവാഞ്ചലിസ്റ്റ് ആണ്, നിന്നോട് സുവിശേഷം പറയാനായിട്ട് എനിക്ക് പ്രേരണയുണ്ട്. ഓക്കെ, യു ക്യാൻ. അങ്ങനെ ഞാൻ യേശുക്രിസ്തുവിനെ പറ്റി അവരോട് പറഞ്ഞു. അതിനുശേഷം MRI ചെയ്യാനായിട്ട് ചെന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവർ ഈ ശവപ്പെട്ടിയിൽ ആളെ കൊണ്ടുപോകും പോലെ ആളെ കയറ്റിയിട്ടാണ് വിട്ടോളൂ. അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതും കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഡോക്ടറുടെ അടുത്താണ് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുന്നത്. അദ്ദേഹം വലിയ ഡോക്ടറാണ്. അവിടെ വലിയ ഓവർകോട്ടൊക്കെ ഇട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം പല പ്രാവശ്യം അദ്ദേഹത്തെ കാണുമായിരുന്നു. പക്ഷെ ഇത് എന്റെ ലാസ്റ്റാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഐ വാസ് പ്രേയിങ് ഫോർ യു മോർ ദാൻ 3 months. അപ്പൊ സാർ ഞാൻ എന്നെ നോക്കുകയാണ്, ഐ എം എ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റ്. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇവാഞ്ചലിസ്റ്റ് എന്താണ്. പിന്നെ ഞാൻ പറഞ്ഞു, സാറേ, യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാവൂ. ഞാനിങ്ങനെ ശക്തമായിട്ട് എന്റെ ഭാഷ എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് വെച്ച് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് തന്നെ ഇങ്ങനെ കൈ കൂപ്പി. എനിക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ ഞങ്ങൾ ഒരു സെൽഫി എടുത്താണ് അവിടെ. അത് കർണാടകക്കാരനൊരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് സ്തോത്രം, ഞാൻ എന്റെ ഓഫീസിനോട് യാത്ര വരുന്ന ഒരു ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്തോത്രം, ഓഫീസിൽ ചെന്നപ്പോ അവിടെ ഓഫീസിലിരിക്കുന്ന കത്തോലിക്കനാണ് ഓഫീസർ. അവിടെ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുന്ന നായരാണ്, വിഷ്ണു എന്നാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറ്റും, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാം. ഞാൻ പ്രാർത്ഥന അവർ വളരെ സന്തോഷത്തോടെ അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചിറങ്ങി പോകുന്നു. അതിൽ അത്ഭുതം നടന്നത്, ഞാൻ താഴെ വന്നു കഴിഞ്ഞപ്പോൾ, അബുദാബി സിറ്റിയിലാണ് സംഭവം. അൽസലാമ ഹോസ്പിറ്റലിന്റെ പ്രദേശത്ത് ഒരു ബസ്, എനിക്ക് കാറൊന്നുമില്ല, അത്ര നാളും ഉണ്ടായിരുന്നു. ഞാൻ ജോലി വിട്ടുപോരാനായിട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു. അപ്പോൾ താഴെ വന്നു കഴിഞ്ഞപ്പോ ബസ് കയറാനായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാം. അപ്പോഴൊരു സഹോദരി നിൽപ്പുണ്ട് തൊട്ടടുത്ത്. പൊരിഞ്ഞ വെയിലാണ്. കർത്താവ്, ഈ സഹോദരിയോട് എനിക്ക് സുവിശേഷം പറയാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് നിൽക്കുക. അപ്പൊ തണലില്ലാത്തതുകൊണ്ട് ഈ ഒരു ബോർഡുണ്ട്, ആ ബോർഡിനോട് ചേർന്ന് പുള്ളിക്കാരിൽ നിന്ന് ഞാൻ അവിടെ വന്നു. അപ്പൊ കുറെ കഴിഞ്ഞു ബസ് വരുന്നില്ല. ഉടനെ ഞാൻ അവരോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ഈ റൂട്ടിൽ ബസ് വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞാനൊരു സ്കൂളിലെ ആയയാണ്, സ്കൂൾ ബസ് വരാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, യു ആർ ഫ്രം? ഐ ആം ഫ്രം കേരള. മലയാളിയാണോ? ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ അവരോട് സംസാരിച്ചു വന്നപ്പോ അവരുടെ പേര് ഫാത്തിമ എന്നാണ്. സ്തോത്രം. ഹസ്ബൻഡിന്റെ പേര് അബ്ദുൽ ഖാദർ. മക്കൾ എത്രയുണ്ട്? അവര് പറഞ്ഞു, 17 വർഷമായി ഞങ്ങളോട് ജീവിക്കും, ഞങ്ങൾക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ സുവിശേഷം അവരോട് പറഞ്ഞു. അവരുടെ സുവിശേഷം പറഞ്ഞപ്പോ അവർക്കുണ്ടായ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യേശുവിനെ പറ്റി കേൾക്കുന്നത്. ആ സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ബസ് വന്നപ്പോ അവർ ഓടി ബസ്സിന്റെ മുമ്പിൽ നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും. എനിക്ക് കേൾക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് അവർ ഉറക്കെ പറയുന്നത്, ഈ ബസ്സിന്റെ എരപ്പുകാർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്ന് ഉറക്കെ വിളിച്ചു. ആ ബസ്സിൽ നിന്ന് എല്ലാവരും കേട്ടു. സ്തോത്രം. അത് കഴിഞ്ഞ് അവർ ബസ്സിൽ കയറിപ്പോയി. എന്നാൽ നോക്ക്, ഞാൻ ആ സ്റ്റോപ്പിൽ നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അവിടെ ബസ്സേ ഇല്ലായിരുന്നു. ദൈവം നമ്മൾ കൊണ്ടുപോയി വിട്ടാണ്. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, പാറയെ തുറക്കുന്നത്, ചുറ്റുകയാണ്. അത് ശക്തമായിട്ട് ഇടപെടാനായിട്ട് ദൈവം എന്നെ അവിടെ കൊണ്ടുവന്നാക്കുക. പിന്നെ ഞാൻ 2 സ്റ്റോപ്പ് കഴിഞ്ഞ് 2 റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം നിന്നാണ് ബസ് കയറി പോയത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ദൈവം നമ്മെ നടത്തുന്ന വഴികൾ. സ്തോത്രം. അങ്ങനെ അബുദാബി സിറ്റിയിലെ പിന്നെ ഞാൻ കോവിഡിന്റെ കാലഘട്ടം വന്നപ്പോൾ ഞാൻ എന്റെ വൈഫ് മാത്രം ആയിരുന്നു, മക്കൾ തിരിച്ചിങ്ങോട്ട് പോന്നിരുന്നു. അതിനുശേഷം ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ കോവിഡ് സമയം വന്നപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 14 വിശ്വസിച്ചിരിക്കണം. അപ്പൊ എന്നെ ഒരു എറണാകുളം റീജിയണൽ ഓഫീസർ എന്നൊരു ലേഡി എന്നെ വിളിക്കുമായിരുന്നു ഫോണിലൂടെ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കണം. അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ, മാത്യു സാറല്ലേ? അതെ. എങ്ങനെയായാലും എങ്ങനെയുണ്ട്? അസുഖമല്ലോ, വേദനയല്ലോ, തലവേദനയോ? അങ്ങനെ അന്നത്തെ കാലത്തോളം ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഫൈനൽ ഡേയിലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു എന്നോട് ഇങ്ങനെ കുഴപ്പമില്ല, നാളെ നിങ്ങൾക്ക് പുറത്തു പോകാം. മാഡം, ഞാനൊരു സുവിശേഷകനാണ്, നമ്മളെ ഇതുവരെ കണ്ടിട്ടുമില്ല, ഫോണിലൂടെയാണ് സംസാരിക്കുന്നത്. പക്ഷെ മാഡം അവരുടെ പേര് ഹിന്ദുവാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവം. ആ യേശുക്രിസ്തുവിൽ മാഡം വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുക തന്നെ, കുടുംബമായിട്ട് ദൈവം മാനിക്കുമെന്ന് പറഞ്ഞു. അവർ വളരെ സന്തോഷമായി. ഫോണിലൂടെ ആയിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും അബുദാബിക്ക് പോകുമ്പോൾ എത്തിഹാദ് എയർലൈൻസിലായിരുന്നു നമ്മുടെ യാത്ര. അപ്പൊ ഈ കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ ശ്രീലങ്കക്കാരി ഒരു ലേഡിയാണ്. അപ്പൊ അവരോട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ കൂടെ ഞാൻ സുവിശേഷം. അവരുടെ ഉണ്ടായ സന്തോഷം അതിൽ അത്ഭുതമാണ്. അവർ എഴുന്നേറ്റ് നിന്നിട്ട് വളരെയേറെ റെസ്പെക്റ്റോടെ അവരെന്നെ പറഞ്ഞു വിട്ടു. ശ്രീലങ്കക്കാരിയോടാണ് ഞാൻ സുവിശേഷം പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഞാൻ തിരിച്ച് അബുദാബിയിൽ നിന്ന് വൈഫിന് ഇങ്ങനെ എന്താ പറയാ, അവള് തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് നാട്ടിലാണ്.
നാട്ടിൽ ഞാനൊരു ചെറിയ സ്ഥാപനം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ട്രാവൽസ് നടത്തുന്നത്. അതിൽ ഞാൻ എന്താ പറയാ വിസിറ്റ് വിസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അവിടെ വരുന്നവർക്കാണ് ഞാൻ പിന്നെ സുവിശേഷം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ വരെയും എനിക്ക് സുവിശേഷം പറയാനായിട്ട് ദൈവം അവസരം തന്നു. അവിടെയും കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി സംഭവമുണ്ട്. ഒരു ദിവസം ഒരു പ്രായം ചെന്നൊരു സാറ് കയറി വന്നു. അദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു കേട്ടത്. ഞാൻ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോ എവിടെ ജോലിയാണ്, മക്കള് രണ്ടുപേരും ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു, രണ്ടുപേരും കല്യാണം കഴിച്ചു, സ്തോത്രം. കുഞ്ഞുങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 2 പേർക്കും മക്കളില്ല. ഈ 2 മക്കൾക്കും മക്കളില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമാണ്. ഉടനെ ഞാൻ കർത്താവിന്റെ വചനം സംസാരിച്ചപ്പോ അദ്ദേഹം എന്നെ ഇങ്ങനെ ഉറ്റുന്നു. ഉടനെ ഞാൻ പറഞ്ഞു, സാറേ, ജീവനുള്ള ദൈവം യേശുക്രിസ്തുവാണ്. അദ്ദേഹത്തിന്റെ പേര് വാസു എന്നാണ്. റിട്ടയർഡ് SI ആയിരുന്നു അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ പറഞ്ഞു, സാറ് ഉദ്ദേശിക്കുന്ന പോലെയല്ല, സത്യമുള്ളത് ജീവനുള്ള ദൈവമുണ്ട്, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം എന്നെ ഇങ്ങനെ ഉറ്റുനോക്കും ഞാൻ പറയണം മുഴുവൻ. അത് ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ സാറിന് ഒരു ബൈബിൾ തന്നാൽ സാറ് കൊണ്ടുപോകും, വായിക്കുമെന്ന് വെച്ചു. തീർച്ചയായിട്ടും വായിക്കുന്നു. അങ്ങനെ ഞാൻ ബൈബിൾ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു നിന്നാണ് ബൈബിൾ വാങ്ങിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം നമ്മൾ പോലും അത്രയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നില്ല ദൈവത്തിന്റെ വചനം. അവരതുപോലെ തന്നെ അതിനെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടില് ഫ്യൂണറൽ എവിടെ ഉണ്ടായാലും ഞാൻ പോകും. അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് അതും എല്ലാവരും യാക്കോക്കാരായിരുന്നു. ഒരു ദിവസം ഒരു സഹോദരൻ ഞങ്ങളുടെ നാട്ടിൽ മരിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ 10:30 അച്ഛൻ വരുമെന്ന് പറഞ്ഞു. അച്ഛൻ വന്നാൽ പിന്നെ നമുക്ക് മെസ്സേജ് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോ അവിടെ ശവമഞ്ചത്തിന്റെ അടുത്തൊരു 3 പെൺകൊച്ചുങ്ങളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും പറമ്പിലും മറ്റു പറമ്പുകളിലൊക്കെ ഇരിക്കുക. അപ്പൊ എനിക്ക് സുവിശേഷം പറയാനുള്ള അവസരം നോക്കുമ്പോൾ ജനമാണല്ലോ, അവിടെ മൈക്കൊക്കെ ഉണ്ട്, പക്ഷെ ജനമില്ല. അങ്ങനെ എന്തായാലും 10:30 10:15 മൈക്കില് ഒരു പാട്ട് പാടിയപ്പോഴത്തേക്കും തൊട്ട് പറയാ അച്ഛനും കപ്പേരുകളോ. ഉടനെ ഞാൻ മൈക്ക് അവരുടെയായിട്ട് കൈമാറി. അവര് മൈക്കില് ഒരു 2 പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ശവസംസ്കാരത്തിന് വന്നതല്ല, അയൽക്കത്തെ വീട്ടിലെ പള്ളിയിൽ നിന്ന് വന്ന, അത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഈ അച്ഛൻ വന്നതുകൊണ്ട് ഈ പറമ്പിൽ നിന്ന് ജനം മുഴുവൻ മുറ്റത്തോന്നു. സ്തോത്രം. അച്ഛൻ വന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോ ഈ നമ്മൾ വിചാരിക്കാത്ത ജനം മുഴുവൻ മുറ്റം നിറച്ച ജനമാണ്. ഉടനെ അച്ഛൻ മൈക്ക് എന്റെ കയ്യിട്ട് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു, തുടർന്നോളൂ, ഞങ്ങൾ പോവാ, ഞങ്ങൾ ശവടക്കാൻ വന്നാല് അയൽക്കത്തെ പള്ളിയില് ബഹുമാന ഉപരിശ്രം വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടില് സുവിശേഷം ഞാൻ ആരുമില്ലാതിരുന്നപ്പോൾ കർത്താവ് അവിടെ കൂട്ടിച്ചേർത്ത പോലെയായിരുന്നു അവിടെ സുവിശേഷം പറഞ്ഞത്. അങ്ങനെ ഫ്യൂണറലിന് സുവിശേഷം പറയാൻ നമുക്ക് നിസ്സാര കാര്യമില്ല. കാരണം ഒരു മനുഷ്യരും അവിടെ ദൈവത്തിന്റെ വചനം കേൾക്കാതെ പോവുകയില്ല. കാരണം അവരാരും രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഒത്തിരി അവസരങ്ങള് ഫ്യൂണറൽ മെസ്സേജ് പറയാനായിട്ട് ദൈവം ഇപ്പോഴും എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്നെ നടത്തിയ വിധങ്ങൾ പറഞ്ഞാലും ഇവിടെ ഒരു ഡോക്ടറുടെ അടുത്ത് ഞാൻ സുവിശേഷം പറയാൻ പോയി. അതിനുശേഷം ഞാൻ അബുദാബിയിൽ വീണ്ടും വന്നപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായിട്ട് സുവിശേഷം പറയാനിട വന്നു. അതിനുശേഷം സുവിശേഷം പറയാനുള്ള വഴികൾ തന്നെയായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞാനൊന്ന് നോക്കുമ്പോ ഹല്ലേലൂയ, സ്തോത്രം, വിളക്ക് കത്തിച്ച് പറയുകയല്ല അത് പറയുകയല്ല, മുകളിലാണ് വെച്ച് നമ്മൾ പ്രകാശിക്കുകയുള്ളൂ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്കൊരു വെളിച്ചം നൽകി, അവങ്ങളിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല. ഒരു പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ദൈവപ്രതിമയായ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു പ്രകാശമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കും. അപ്പൊ കുരുട്ട് ഹൃദയങ്ങൾ തുറക്കുവാനാണ് എന്നെയും നിന്നെയും ദൈവം ആക്കിയിരിക്കുന്നതെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ, ദൈവം മനുഷ്യന് ഉപകാരമായി വരുമോ? ദൈവത്തിന് നമുക്ക് എന്തോ ഒരു ഉപകാരം ദൈവം ചെയ്തിട്ടുണ്ട്, ദൈവം ചെയ്യാത്ത ഒരു ഉപകാരമില്ല. എന്നാൽ മനുഷ്യന് ഹല്ലേലൂയ ദൈവത്തിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഹല്ലേലൂയ ആ വചനം നമ്മോട് സംസാരിച്ചപ്പോ ഹല്ലേലൂയ എന്നോട് സംസാരിക്കാറുണ്ട്. ദൈവത്തിന് നാം പ്രയോജനമുള്ളവരായി തീർന്നാൽ മാത്രമേ നമുക്ക് ദൈവം ചെയ്യാത്ത ഒരു ഉപകാരവുമില്ല. എന്നാൽ ദൈവം മനുഷ്യന് ഉപകാരമായി വന്നിട്ടുണ്ടോ? അവരെന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കില്ല, അവർ വിശ്വസിച്ച് അവർക്ക് അത് ഉപകാരമായി വന്നില്ല എന്ന് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിന് ഉപകാരമുള്ള
ഒരു സുവിശേഷകനായി തീരുക എന്നാണ് ദൈവം നമ്മെ പറ്റി അയക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുന്നത് കർത്താവായ യേശു നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുക്കുവാൻ കഴിയും. അതാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. നമ്മളോട് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനെ മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വചനം സ്തോത്രം. അവിടെ വചനം സംസാരിച്ച് പലപ്പോഴും എന്റെ ഓഫീസിൽ കടന്നു വന്ന പലരും കരഞ്ഞാണ് കടന്നത്. കഴിഞ്ഞ ദിവസം ഒരു ജോബിൻ ജോർജ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഓഫീസിൽ കടന്നു വന്നു. അദ്ദേഹത്തിന് അബുദാബിക്ക് ഒരു ടിക്കറ്റ് അർജന്റായിട്ട് എടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട്, സാറേ അദ്ദേഹം വലിയൊരു ഓഫീസറാണ്, വലിയൊരു കമ്പനിയുടെ മാനേജറാണ്, അദ്ദേഹം പോകാൻ നേരത്തിൽ ഞാൻ പറഞ്ഞു, സാർ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊരു സുവിശേഷകനാണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥനയെ കണ്ടിട്ടില്ല, പേര് ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഞാൻ അവിടെ വലിയൊരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കൂടുക മനുഷ്യരുടെ ഭൂമിക്ക് നൽകപ്പെട്ട വേറൊരു നാമമില്ല. സാറി വാക്യം വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം പണം നമുക്ക് ഇഷ്ടം പോലെ തരും, പക്ഷെ മുകളിലേക്ക് പോകാനുള്ള വഴി ഇതല്ല. കർത്താവിനെ യഥാർത്ഥമായി വിശ്വസിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പൊ അദ്ദേഹം എന്നെ ഇങ്ങനെ വിട്ടു നോക്കി. ഞാൻ പറഞ്ഞു, സാറേ പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹം താങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അബുദാബി ചെന്നിട്ട് എനിക്ക് ചാറ്റ് ചെയ്യുവാൻ. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പുണ്ടായ സംഭവം. അങ്ങനെ ദൈവത്തിന്റെ വചനം അത് ചൈതന്യമേറിയാണ്, അസ്ഥിമജ്ജകളെ തുളച്ചു ചെല്ലുമ്പോഴും ശക്തിയുള്ളതാണ്. കാരണം നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായ അവരിൽ ഒരു വ്യതിയാനം നമുക്ക് എനിക്ക് ഒത്തിരി കാണാൻ. ഞാൻ ഒറീസയുടെ പ്രദേശം എല്ലാ വർഷവും കടന്നു പോകുന്നതാണ്. ഞാൻ ഞങ്ങൾക്ക് ഒറീസയില് കുറുദാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ അവിടെ ഒരു പാസ്റ്റർ കുടുംബമായിട്ട് ഉള്ളവർക്ക് പോകുന്നത്. ഞാൻ മിക്കപ്പോഴും പോയിക്കൊണ്ടിരിക്കും. എല്ലാ വർഷവും ക്രിസ്മസ് സമയത്താണ് അവിടെ കടന്നു പോകുന്നത്. അവിടെ നമ്മൾ കടന്നു ചെന്നാല് എത്രേ പാവങ്ങളായ വീടുകളിലും യേശു ക്രിസ്തുവിനെ പറ്റി അവർ കേട്ടാല് അവർ വളരെ ഇന്നസെന്റ് ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലുള്ള വ്യത്യാസം. അവർ വളരെ ഇന്നസെന്റ് ആയിട്ട് വിശ്വസിക്കും. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ എനിക്ക് കാണാനിട വന്നിട്ടുണ്ട്. സ്തോത്രം. അവിടെ ഒത്തിരി ഭൂതങ്ങൾ ഇറങ്ങി പോകുന്ന നമ്മൾ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദേവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വമുണ്ട്. കാരണം അവിടെയാണ് ഒത്തിരി ജനങ്ങൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കാത്തതിലും കേരളത്തിനെക്കാളും കൂടുതൽ ശരിയായ ഒരു ഉണർവ് നടക്കുന്നത് നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്താണ്. നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് പാവങ്ങളുടെ ഭവനത്തിലേക്ക് ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ, ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറയാണ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്നു, ബർത്തൻ ധോനൊക്കെ ടൈം പ്രഭു ഈശോ മേരൊക്കെ ബാധിക്കുക. എന്താണ് സംഭവിച്ചത്? നിന്റെ ഹൃദയത്തിലെ കറ നീ ഈ പാത്രം കഴിയുമ്പോൾ കഴുകിക്കളയുന്നത് പോലെ തന്നെ നിന്റെ ഹൃദയത്തിലുള്ള പാവങ്ങളെല്ലാം കഴുകിക്കളയണം എന്നിങ്ങനെ അമ്മച്ചി എന്നോട് സാക്ഷ്യം പറയാണ്. അങ്ങനെ ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ഭവനങ്ങള് 90 പേരോടുണ്ട് ഞാൻ കൂടുന്ന ചർച്ചിലെ ആ സഭയില് എല്ലാ ഹിന്ദുക്കളാണ്. സ്തോത്രം. അവരുടെ ഭവനത്തിൽ നമുക്ക് കിട്ടുന്നത് അവര് സാരിയിലാണ് അവർ ചായ അരിക്കുന്നത്, പിന്നെ കൈകൊണ്ടാണ് ചോറ് കുഴയ്ക്കുന്നത്, അതുപോലെ സ്പൂണൊക്കെ നിലത്ത് വെച്ചിട്ടാണ് എടുത്ത് ചായയിൽ പഞ്ചസാരയുടെ ഉപ്പ് ഇടും. പക്ഷെ അതൊന്നല്ല പീവരിസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവരെന്ത് തന്നാലും നാം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷം പറയാൻ ഏറ്റവും നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് അങ്ങനെ സുവിശേഷം പറയാൻ ദൈവം എനിക്ക് അവസരം തന്നു. അതിനുശേഷം ഇപ്പോഴും ഞങ്ങളുടെ നാട്ടില് ഈ യാക്കോബക്കാരുടെ ഇടയിലാണ് ഞാൻ കൂടുതലായിട്ട് സുവിശേഷം പറയാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെയും ആത്മാക്കൾ നേരിടാൻ ദൈവം എനിക്ക് അവസരം തന്നു. സ്തോത്രം. ഇങ്ങനെ എന്റെ വീട്ടില് എന്നെ സംബന്ധിച്ച് എന്റെ ഭാര്യ രക്ഷയിൽ വന്നു. മക്കൾ 2 പേരും പിന്നെ ചെറുപ്പം തൊട്ട് വിശ്വാസത്തിലാണെങ്കിലും അവർ 2 പേരും വലിയ ഔട്ട്പുട്ടിലല്ലായിരുന്നു. ഇപ്പൊ കാനഡയുടെ പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോ മോള് സുവിശേഷ വേലയില് അവള് രാവിലെ എല്ലാ ശനിയാഴ്ചയും അവിടെ ബൈബിൾ വചനങ്ങൾ കൊടുക്കാനായിട്ട് കടന്നു പോകുന്നു. സ്തോത്രം. അതുപോലെ തന്നെ എന്റെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച എന്റെ മൂത്ത ചേട്ടനാണ് സുവിശേഷ വേലയിൽ എന്നോട് ഏറ്റവും എതിർത്തന്നെങ്കിലും ചേട്ടന്റെ മൂത്ത മകള് കുടുംബമായി രക്ഷിക്കപ്പെടുവാനിട വന്നു. എന്റെ അനുജൻ കുടുംബമായ രക്ഷയിലേക്ക് കടന്നു വന്നു. എന്റെ പെങ്ങളുടെ മകൻ UK-യിലാണ്. അവനിപ്പോൾ അവനും അബുദാബിയിൽ കടന്നു വന്നപ്പോൾ ഞാൻ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോയി അവനും കർത്താവിനെ തിരിച്ചറിയണം. എന്നാലും സ്തോത്രം, നമ്മള് യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. ധനവാനും ലാസറും സ്വർഗത്തിൽ മരിച്ചു കഴിഞ്ഞ് അവരെ പറ്റിയ അവസ്ഥയെ കാണുമ്പോൾ ലാസർ ഇരുന്നു കൊണ്ട് തന്നെ കാണാം ധനവാൻ നരകത്തിൽ കിടക്കുന്നത്. അതിലൊരു ദൂത് കിടക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ അപ്പൻ വിശ്വാസത്തിൽ കടന്നു വന്നില്ല, എന്റെ അപ്പനോട് ഞാൻ സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ എന്റെ അപ്പൻ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ, നമ്മുടെ ഓരോരുത്തരും കുടുംബത്തില്
ഒരാളോടും നാം സുവിശേഷം പറയാതിരുന്നാൽ അവര് കിടക്കുന്നത് നീ അവിടെ നിന്ന് കണ്ടുവരും. ധനവാൻ കിടക്കുന്നത് ലാസർ നേരെ കണ്ടു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദൂതാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആണ്. അല്ലെങ്കിൽ നാം ആരും എത്ര വലിയ മനുഷ്യനെയും എത്ര ചെറിയ മനുഷ്യനെയും ഒരിക്കലും ബൈ പറഞ്ഞു വിടുവാനല്ല, ഹൈ പറഞ്ഞ് സുവിശേഷം പറയാനാണ് നമ്മുടെ ദൈവം ആക്കിയിരിക്കുന്നത്. അതാണ് അതിന്റെ ശരിയായ സത്യം. അതുകൊണ്ട് ആരെയും ഉപേക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാവരുടെ സുവിശേഷം സകല മനുഷ്യരെയും ശിക്ഷയാക്കുന്നു. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, സർവ്വ മനുഷ്യർക്കും ഉണ്ടാവാനിരിക്കുന്ന മഹാസന്തോഷം എന്നാണ് ദൈവത്തിന്റെ വചനം. സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചത്. അത് ക്രിസ്ത്യാനികളിൽ മാത്രമല്ല, യേശുക്രിസ്തു സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണ്. പൗലോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് പറഞ്ഞ്, ഞാൻ ചങ്ങല ധരിച്ച്, അല്ലെങ്കിൽ എഫെസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ചങ്ങല ധരിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 27:28 തൊട്ട് വായിക്കുമ്പോൾ അതിൽ വാക്യമുണ്ട്, അഗ്രിപ്പ രാജാവ് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, 26-27, അഗ്രിപ്പ രാജാവ് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഈ ചങ്ങല ഒഴികെ ആ പൗലോസിന്റെ സ്റ്റേജ് നമ്മളൊന്ന് ഓർക്കണം. ഒരു വലിയ സ്റ്റേജ്, ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് പൗലോസ് പറയാണ്, ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്നെ പോലെയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വചനത്തിന് ഒരു ഇടതടവുമില്ലാതെ പ്രസംഗിച്ചവനാണ് പൗലോസ്. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞ, അവർ രക്ഷിക്കപ്പെടണമെന്ന് എന്റെ ഹൃദയ വാഞ്ച. പൗലോസ് പൗലോസിന്റെ യാത്രയെ പറ്റി ദമസ്കോസിലെ അല്ലെങ്കിൽ യാത്രയിൽ വെച്ചാണ് ശൗല് പൗലോസ് ആവുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, പൗലോസ് ദമസ്കോസിലേക്ക് ചെല്ലുന്നത് ക്രിസ്ത്യാനിയുടെ കൊല്ലം 1-ാം അധ്യായത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം വാക്യം വായിക്കുമ്പോൾ ദമസ്കോസിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനാണ്. അതിന്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദമസ്കോസിൽ തന്നെ യേശുക്രിസ്തു കർത്താവ് എന്ന് സുവിശേഷിച്ചതിന്റെ 19-ാം വാക്യം നമ്മളെ പഠിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, പൗലോസിന്റെ യാത്ര ഒരു എന്താ പറയാ, ഒരു ഫാസ്റ്റ് ബസ്സിൽ കിഴക്കോട്ട് വിട്ട് അതേ സ്പീഡിൽ, അതിന്റെ ഡബിൾ സ്പീഡിൽ തിരിച്ചു വന്ന പോലെയായിരുന്നു പൗലോസ്. ആ ദമസ്കോസിൽ തന്നെ പൗലോസ് യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ ആദ്യത്തെ പോക്കങ്ങോട്ട് അവരെ കൊല്ലുവാനായിട്ടാണ് വന്നത്. എന്നാൽ കർത്താവിന്റെ വചനം പൗലോസിനെ, അല്ലെങ്കിൽ കർത്താവ് പൗലോസിനെ പിടിച്ചപ്പോൾ പൗലോസ് ആ ദമസ്കോസിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്, നമുക്ക് ആരുടെ അടുത്തും സുവിശേഷം പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതിന്. അതുകൊണ്ടാണ് നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത ഗുണങ്ങളെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്ത രാജ്യത്ത് സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളത് ഓരോ ദൈവമക്കളുടെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ കേൾക്കുമ്പോൾ പറയുമായിരുന്നു, എനിക്ക് വിളിയില്ല. അല്ല, എല്ലാവർക്കും വിളിയുണ്ട്. രക്ഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും വിളിയുണ്ട്. പക്ഷെ വിളി അടുക്കളയിലായിരിക്കാം, ചിലപ്പോൾ പറമ്പിലായിരിക്കാം, ചിലപ്പോൾ ഓഫീസിലായിരിക്കാം. എല്ലാവർക്കും കർത്താവിനെ സാക്ഷിക്കാനുള്ള വിളിയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ സകല ഭൂലോകത്തെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ തെരഞ്ഞെടുക്കുക, ഒരുക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പൗലോസ് ഓടി നടന്നതും നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തെഫാനോസ് ഒരു പ്രസംഗം പ്രസംഗിച്ചെങ്കിലും ഹല്ലേലൂയ അനേകർ കർത്താവിനെ തിരിച്ചറിയാൻ ഇടവന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ദേശം ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടും. ഒരു ദേശത്ത് ഒരു ആത്മഹത്യ നടന്നാലും ഒരു ആക്സിഡന്റ് നടന്നാലും അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. കാരണം എന്റെ ദേശത്തിന്റെ ഉത്തരവാദിത്വം വളരെ ചുരുക്കം പേരെ ഓരോ ദേശത്തും രക്ഷിക്കപ്പെട്ടുള്ളൂ. ഞങ്ങളുടെ പ്രദേശത്ത് വളരെ ചുരുക്കം പേരുള്ളൂ. എന്നാലും ഈ ദേശം പൂർണ്ണമായും എന്നെയാണ് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. എന്റെ ദേശത്ത് ഒരു ആക്സിഡന്റ് നടന്നാലും, കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മോളും കൂടെ സ്കൂട്ടർ കൊണ്ട് വന്ന് രക്ഷപ്പെട്ടങ്ങ് പോയുള്ളൂ. ഞാൻ അന്ന് രാത്രി ഇരുന്ന് ദൈവസന്നിധിയിൽ എന്റെ ദൈവമേ, അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു. കാരണം നമ്മുടെ ദേശത്ത് ഒരു അപകടം ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത്. ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദേശം നമുക്കാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ദേശത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരിക്കലും ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് ഒരിക്കലും താമസിക്കുന്നില്ല. പത്രോസിന്റെ ലേഖനത്തെ അങ്ങനെ പഠിക്കുന്നത്. എന്നാൽ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമുക്കെല്ലാം രക്ഷയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അതിൽ ആ വാക്യം അവസാനം ഇങ്ങനെയാ, കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അപ്പോൾ അനേകം ഇപ്പോൾ രക്ഷിക്കപ്പെടാനുണ്ട്. അതാണ് സത്യം. ഹല്ലേലൂയ. ഇപ്പോൾ യൂദായുടെ ലേഖനത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്,
ചിലരെ തീയിൽ നിന്നും വലിച്ചെടുക്കുക. ഇന്ന് തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാലഘട്ടമാണ്. അനേകർ തീയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷം പ്രതി ലോകത്തില് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരെല്ലാം തീയാണ്. ജീവോത്സവത്തിൽ പേരെഴുതി കാണാത്ത ദേവനെ തീ പോയി തള്ളിയിടും. അവർക്കാർക്കും പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ എന്നെയും അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവാക്കിയിരിക്കുന്നത് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനാണ്. അനേകർ അല്ലെങ്കിൽ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അല്ലെങ്കിൽ മുക്കോടി ദേവന്മാരുള്ള ഇന്ത്യ രാജ്യത്ത് ജീവനുള്ള ദൈവം യേശുക്രിസ്തു എന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ നിസ്സാര കാര്യമല്ല. കാരണം നമുക്ക് ഒരു ഹിന്ദുവിനെ നേരിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവരല്ല, ചിലപ്പോൾ വഴക്കൂടാൻ വന്നു. പലപ്പോഴും എന്റെ ഓഫീസിൽ നിരീശ്വരവാദികൾ കടന്നു വരാറുണ്ട്. പക്ഷെ അവരത് വെറുതെ വിടാറില്ല. എന്നാൽ ഹിന്ദുക്കളോട് ഞാൻ ഉള്ളതുപോലെ തന്നെ പറയും, ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ദൈവത്തിന് ജീവനുണ്ടെന്ന് വിചാരിക്കും. കഴിഞ്ഞ ദിവസം ഒരു അഭിജിത്ത് നിന്ന് 2 ചേട്ടനാണ് ഞങ്ങളുടെ ഓഫീസിൽ കടന്നു വന്നു. അവര് കാനഡയ്ക്ക് പോകാനൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ അവരുടെ സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവരാണോ? അതെ. ഞാൻ ചോദിച്ചു, അമ്പലത്തിലുള്ള ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്ന നിങ്ങൾ വിശ്വസിക്കണം. ഈ വിഗ്രഹങ്ങൾക്ക് ഒരിക്കലും ശക്തിയില്ല. വിഗ്രഹം ഉണ്ടാക്കുന്നവൻ വിഗ്രഹത്തെ പോലെ ആയിപ്പോകും. അതാണ് 115 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തോട് എത്രയേറെ ഉത്തരവാദിത്തോടെ നാം ആയിരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നമ്മുടെ ഓരോരുത്തരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാനാണ് നമ്മൾ വന്നതെങ്കിൽ കർത്താവിന്റെ വേറെ ശക്തമായിട്ട് നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. നമ്മളിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കുമ്മനാട് കൺവെൻഷന്റെ കാലത്ത് അനേകര് സുവിശേഷ പന്തലിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്ന ഒരു കഥയാണ്. അല്ലെങ്കിൽ അവിടെ ഒരാൾ വിളക്ക് പിടിച്ചിട്ട് വന്ന്, കിണറാണ്, പൊട്ടക്കിണറാണ്, ആരും അവിടെ വീഴല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവരും കയറ്റിവിട്ടു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും വിളക്കുമില്ല. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ആ കിണറിൽ വീണു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉറങ്ങിപ്പോയി വീണതാണ്. ഒരു സുവിശേഷകൻ അനേകം രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷെ അവന് ചിലപ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യം നഷ്ടപ്പെട്ടേക്കാം, അവൻ നേരെ അല്ലെങ്കിൽ അല്ലെങ്കിൽ. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയാം, ആരും നിന്റെ യവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. വിശ്വാസികൾ മാതൃകയായിരിക്കണം എന്ന് വചനം പഠിപ്പിക്കുക. അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ അവന് മാതൃകയാവാനല്ല. വിശ്വാസികൾക്ക് മാതൃകയാവണമെങ്കിൽ ആരും നിന്റെ യവനം തുച്ഛീകരിക്കരുത്. വാക്കിലെ, നടപ്പിലെ, സ്നേഹത്തിലെ, വിശ്വാസത്തിലെ, നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയുള്ള ഒരു യഥാർത്ഥ ജീവിതം നയിച്ച് കാണിച്ചാൽ മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ കഴിയുള്ളൂ. ഒരിക്കലും സുവിശേഷം ഒരു നിസ്സാര കാര്യമല്ല, അതൊരു തീയാണ്. അല്ലെങ്കിൽ അതൊരു ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് അങ്ങോട്ടും കൊത്തും ഇങ്ങോട്ടും കൊത്തും. അതുകൊണ്ട് പ്രാഗൽഭ്യത്തോട് സംസാരിക്കണ യാക്കോബിന്റെ പുസ്തകത്തിൽ നിങ്ങളിങ്ങനെ അഭിഷിക്ത സുവിശേഷം പ്രസംഗിക്കുന്നവർ അധികം ആകല്ലേന്ന് പ്രത്യേകം പറയുന്നുണ്ടായില്ലേ. കാരണം ഉപദേശകന്മാരാകില്ലേ. കാരണം നമുക്ക് പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ ജീവിതം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരായിരിക്കണം. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാനല്ല പറയേണ്ടത്, ഞാനൊരു ദൈവ പൈതലാണെന്ന് ഞാനല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് നമ്മെ പറ്റി പറയേണ്ടത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിൽ മാത്രം ആശ്രയിച്ച് അവന് ഏത് മനുഷ്യനെയും പ്രകാശിക്കുന്ന സത്യപ്പെടുത്തി ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സ്തോത്രം. അപ്പൊ ഏത് മനുഷ്യൻ പ്രകാശിക്കുന്ന സത്യപ്പെടുത്തി എന്ന് പറയുന്നത് ഹല്ലേലൂയ അത് യേശുക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1-9 വാക്യാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം. അത് പാറയെ തകർക്കുന്ന ചുറ്റിയാണ് ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അത് ആരോട് ഇടപെടുന്നതാണ്. ദൈവത്തിന്റെ വചനം ആരോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഹല്ലേലൂയ ഇന്നത്തെ കാലഘട്ടത്തില് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ വിദേശത്തേക്ക് വിളിച്ചു പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരായ ആരും ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ അവരുടെ ഒരു മാറ്റം വരാൻ നമ്മുടെ തലമുറകൾക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരായ മക്കള് ഇപ്പോഴും സുവിശേഷത്തിൽ വളരെയേറെ അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിച്ചെങ്കിലും അവര് പിന്നെ ഒരു സമയത്ത് ദൈവത്തെ വിട്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിന്റെ വരവേറ്റ സമയമാണ്. നമ്മുടെ ചെറുപ്പക്കാരായ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വ്യാപരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് നമ്മുടെ തലമുറകളാരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുവാൻ, നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് വേണ്ടി ശക്തമായി നിൽപ്പാൻ ഹല്ലേലൂയ നാം ഉപവസിക്കണം. സഹോദരൻ, നമ്മുടെ മക്കളും നല്ല ഔട്ട്പുട്ട് ഉണ്ടാവാനായിട്ട് ഹല്ലേലൂയ നാമാണ് ഹല്ലേലൂയ മുൻകൈ എടുത്ത് ഉപവസിക്കുകയും അവരെ ശക്തമായി കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ്. ചെറുപ്പക്കാരും ഹല്ലേലൂയ കർത്താവിൽ നിന്ന് വിട്ടുപോകാതെ. എന്റെ വീട് തൊട്ടടുത്ത് 2 കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഹല്ലേലൂയ അവരുടെ വീടെല്ലാവരും വിശ്വാസത്തില്ല, പക്ഷെ മക്കൾ 2 പേരും ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, സഭയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ കർത്താവിന്റെ വരവനായി ഒരുക്കത്തോടെ ഒരുക്കുന്നവരുമായി തീരുവാനാണ് ഇന്ന് ഹല്ലേലൂയ ദൈവം നമ്മോട് ഇടപെടുന്നത്. അതുകൊണ്ട് യോബിന്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു,
നിങ്ങൾ മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരണം. പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ ഘോഷിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം ഘോഷിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. അതെന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ സുവിശേഷം പറയാൻ എനിക്കൊന്നുമില്ല, എനിക്കൊരു പ്രാഗൽഭ്യമില്ല, പക്ഷെ നിർബന്ധം എന്റെ മേൽ കിടക്കും. ആമേൻ. നമുക്കൊരു നിർബന്ധം ഉണ്ടായിരിക്കണം, ഇവരുടെ സുവിശേഷം പറഞ്ഞു വിടാവും, ഇദ്ദേഹത്തിന്റെ സുവിശേഷം പറഞ്ഞു വിടാവും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഹല്ലേലൂയ ഒരു പ്രാവശ്യം കേൾക്കണം. ബില്ലിഗ്രാം പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് ഒരാളോട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ലോകത്ത് ഒരു വ്യക്തിയോട് ഒരു പ്രാവശ്യം സുവിശേഷം പറയാനുള്ള അവകാശമുള്ളൂ. മറ്റുള്ള ജനം വെറുതെ അങ്ങ് കിടക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, കേട്ടവരല്ല കേൾക്കേണ്ടത്, കേൾക്കാത്തവരാണ് കേൾക്കേണ്ടത്. എഹെസ്കേൽ 3:11 വാക്യം എങ്ങനെയാണ്? അവർ കേട്ടാലും ഇല്ലെങ്കിലും നീ പറയും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? അവരനുസരിച്ചാലും ഇല്ലെങ്കിലും നീ സുവിശേഷം പറയാൻ ബാധ്യസ്ഥനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിന് യാതൊരു ഇടതടവുമില്ലാതെ കർത്താവിനായിട്ട് നിൽപ്പാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. രാത്രികാലം ഇങ്ങനെ ഒരു അവസരം പ്രിയ സിസ്റ്ററുടെ നൽകിയതിനായ ദൈവത്തെ മഹത്വപ്പെടുന്നു. ജോയ്സ് ടിവിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവിനെ തിരിച്ചറിയാൻ ദൈവം സഹായിക്കട്ടെ. കേട്ട വചനം അത് അധികം ശ്രദ്ധയോടെ കേൾക്കാനും നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ താണിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാട്ട്. ഓക്കെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഇവിടെ നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനവും സാക്ഷ്യവുമായി സംസാരിപ്പാൻ ദൈവവാടിയനെ ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു. കേൾക്കുന്നവരും കേൾപ്പാനിരിക്കുന്നവർക്കും കൃപ ലഭിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വരങ്ങളെ ഒരുക്കത്തോടെ ജീവിപ്പാൻ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപസ്ഥമായുള്ള ചിന്താഗതിയോടെ ജീവിപ്പാൻ ദൈവമേ അവിടെ നാടിയങ്ങൾ എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഹല്ലേലൂയ സിസ്റ്റോർത്ത് പ്രാർത്ഥിക്കുന്ന ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തും, അനേകരെ നേടുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ. ഈ ചാനൽ മൂലം അനേകർ കർത്താവിനെ തിരിച്ചറിയാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച പൊന്നേശുവിന്റെ തൃപ്പാദത്തിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരവല്ലമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ, ആമേൻ.